കേരളത്തിൽ ഇന്നും ഒരു കളർഫുൾ എന്റർടൈനർ എന്ന് പറയുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് സമ്മർ ഇൻ ബെത്ലഹേം അല്ലേ നാവിക? സമ്മർ ഇൻ ബെത്ലഹേം എന്ന് പറയുന്ന പടവും നമ്മുടെ ഡെന്നിസും ഒട്ടും മെനസല്ലായിരുന്നു, എല്ലാവരെയും സ്നേഹത്തോടെ ഒരുപാട് മെനസിങ്ങിന് ഭയങ്കര സൊല്യൂഷൻ കണ്ടെത്തിയ ഒരാളാണ് അല്ലെ. ത്യാഗം. അത് ബെത്ലഹേം എന്ന് പറയുന്ന നേച്ചർ അങ്ങ് ഡെന്നിസിലേക്ക് കയറി. ബെത്ലഹേം എന്താണെന്ന് നമുക്ക് ആഘോഷമായിരുന്നു സിനിമ. തിയേറ്ററിൽ നമ്മളെ ഫസ്റ്റ് ഫ്രെയിം തൊട്ട് ലാസ്റ്റ് ഫ്രെയിം വരെ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമയല്ലേ. പിന്നെ അതിനെങ്ങനെ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സസ്പെൻസ്. മാത്രമല്ല ഇതിലെ ഡെന്നീസ് ഒരു അനാഥനാണ് എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നില്ല. സത്യത്തിൽ അതിൽ ഒരൊറ്റ സ്ഥലത്തെ പറയുന്നുള്ളൂ. പക്ഷെ ആ ഒറ്റ പറച്ചിലുകൊണ്ട് നമുക്ക് അതിന്റെ വാലും തലയും കൂടെ കണക്ട് ചെയ്ത് നോക്കിയാൽ അയാൾ കാണിക്കുന്ന സ്നേഹത്തിലൊരു വലിയ ഡെപ്ത് ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. ഇത് പറയുന്നുണ്ട് ജയറാമേട്ടന്റെ ക്യാരക്ടറിനോട്, നിനക്ക് ഇങ്ങനെ വഴക്കിടാനും പിണങ്ങാനും അതിനൊക്കെ ഇത്ര ആൾക്കാരുള്ളതൊരു വലിയ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നുണ്ട്. രമേഷ് പിഷാരടി ദി ഡയറക്ടർ സ്പീക്കിംഗ്. അത് മാത്രമല്ല 98 ഓണത്തിലാണ് പടം റിലീസ്. അന്ന് ഓപ്പോസിറ്റ് വന്ന പടങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഹരികൃഷ്ണൻസാണ് നേരെ ഓപ്പോസിറ്റ് വരുന്നത്. തോക്കില്ലാതെ സുരേഷ് ഏട്ടൻ അതിൽ വന്നിട്ട് സത്യം പറഞ്ഞ അന്ന് ചാക്കോച്ചിന് വരെ അസൂയ തോന്നി കാണും. ചോക്ലേറ്റ് ബോയ് ആയിരുന്നു അതിനകത്ത് അല്ലേ. ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു ആ ക്യാരക്ടർ. അല്ല, ഞങ്ങള് തന്നെ എത്ര ഷോയ്ക്ക് ആ പേരിട്ട് സമ്മർ ഇൻ അറേബ്യ പറഞ്ഞിട്ട് നമ്മള് പേരുകളിട്ട്. ഡ്രീംസിനകത്ത് സുരേഷ് ഏട്ടൻ ഒരേ സമയത്ത് 5 പേരുടെ കൂടെ കണ്ട് ചെസ് കളിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് 2 പേരുടെ കൂടെ കളിച്ച് 2 പേരുടെ കൂടെ തോറ്റു. സുരേഷ് ഏട്ടൻ എല്ലാത്തിനും സ്വീക്കിൽ ഇറങ്ങാം. ഇപ്പൊ ഹൈവേയുടെ ഇറങ്ങാൻ പോകുന്നു. അപ്പൊ ഈ സമ്മർ ഇൻ ബെത്ലഹേം ജനങ്ങളുടെ മനസ്സിൽ ഒരിക്കലും മായാതെ കിടക്കുന്ന ഒരു സിനിമയാണ്. സെക്കൻഡ് പാർട്ട് വരും കേട്ടാ. സെക്കൻഡ് പാർട്ടിനെ സംബന്ധിച്ച് 2005 ഭരത്ചന്ദ്രൻ റിലീസായി ടൈഗറിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജിത്ത് ഒരു ദിവസം ട്രിവാൻഡ്രത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് 2 കഥകളാണ് പറഞ്ഞത്. ഒന്ന് മോഹൻലാലും ഞാനും കൂടി അഭിനയിക്കാവുന്നത്, അതല്ല മോഹൻലാൽ സമ്മതിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ റോളിൽ പൃഥ്വിരാജും അഭിനയിക്കാവുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇത് രഞ്ജിത്ത് അന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ അന്നത്തെ എൻ്റെ ഒരു എന്താ ചില നിലപാടുകളുടെ പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞ അത് നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം, നീ ലാലിനോട് സംസാരിക്ക്, മോഹൻലാലും ഞാനും കൂടിയുള്ള ആ സബ്ജക്റ്റ് എനിക്ക് വല്ലാണ്ട് താല്പര്യം തോന്നുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ അന്ന് അങ്ങനെ പോയതാണ്. സമ്മർ ഇൻ ബെത്ലഹേമിന്റെ പിതാവ് എന്ന് പറയുന്നത് രഞ്ജിത്താണ്. അപ്പൊ രഞ്ജിത്ത് വിചാരിച്ചാൽ ആ സിനിമ നടക്കട്ടെ. ഞാൻ പറയട്ടെ, സമ്മർ ഇൻ ബെത്ലഹേം എന്ന് പറയുമ്പോ അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന വേറൊരാളുണ്ട്, മോനായി മണിച്ചേട്ടൻ. അപ്പൊ മണിച്ചേട്ടൻ ഒരു കാര്യം ഈ സമയത്ത് പറഞ്ഞോട്ടെ, മണിച്ചേട്ടൻ ആദ്യമായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചോണ്ട് വന്ന ഓട്ടോറിക്ഷയില് സുരേഷ് ഏട്ടനായിരുന്നില്ലേ? കറക്റ്റ്, അക്ഷരം. അത് പറയാണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. സിബിയാണ് സത്യത്തിൽ കൊണ്ടുവരുന്നത്. അവിടുന്ന് ലോഹി സാറ്, പിന്നെ സല്ലാപം എന്ന് പറയുന്ന സിനിമയിലെ തെങ്ങ് കയറ്റക്കാരൻ അല്ലേ. ഓ, ആഭാര ആംബിയൻസ് ആയിരുന്നു ആ സൗണ്ട്. തെങ്ങിന്റെ മുകളിലിരുന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 8 കട്ട എന്നാണ് സംഗീതത്തില്. മണിയാണ് കണ്ടുപിടിക്കുന്നത് 18 കട്ട. 18 കട്ടക്കാണ് ഡയലോഗ് പിടിക്കുന്നത്. അതേ 18 കട്ടക്കാണ് പുള്ളി പാട്ടും പാടുന്നത്. അതുപോലെ മണിച്ചേട്ടൻ പാടിയ പാട്ട് ഫീമെയിൽ സിംഗേഴ്സിന് തൊടാൻ പറ്റിയല്ല. ഇങ്ങനെ പാടുന്ന സാധനം സ്ത്രീകൾക്ക് എടുത്ത് പാടാൻ പറ്റത്തില്ല. അതാണ് 18 കട്ടയുടെ പ്രത്യേകത. അതുമല്ല, തെങ്ങ് കയറാൻ പറ്റുന്ന ലോകത്തിൽ ഒരേ ഒരു സിനിമാ നടൻ ഉണ്ടാവുള്ളൂ. കാരണം ജിമ്മി പോണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം തെങ്ങ് കയറിയാൽ മതി. അത്ര ഫിറ്റ്നസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ അനുകരിക്കപ്പെടുന്ന ആളാരാണ്, അല്ലെങ്കിൽ ആ വേഷവിധാനം അതുപോലെ ആൾക്കാര് ഫോളോ ചെയ്ത് സ്റ്റേജിലൊക്കെ അവതരിപ്പിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് കലാഭവൻ മണിയാണ്. അതിന് വളരെ വളരെ ഗംഭീരമായിട്ട് അത് പ്രസന്റ് ചെയ്യുന്ന ഒരാളുണ്ട്, രഞ്ജു ചാലക്കുടി. നമുക്ക് മണിച്ചേട്ടന്റെ ഓർമ്മകളിലേക്ക് പോകാനായിട്ട് രഞ്ജുവിനെയും കൂടി ഇങ്ങോട്ടൊന്ന് സ്വാഗതം ചെയ്താലോ? ഉറപ്പായിട്ടും. ഓക്കെ, ലെറ്റ്സ് വെൽക്കം രഞ്ജു ചാലക്കുടി. മണിച്ചേട്ടന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരാള് എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും. രഞ്ജു സ്വാഗതം. ഇനി രഞ്ജു അല്ല, നീ മോനായിയാണ്. 5 കസിൻസ് തല്ലി ആരാവത് ഒബ്രു മതുവെ മാടിക്കൊണ്ടേ താത്താവിടെ പേഴ്സണൽ ആസ്തി എല്ലാം നിനക്കേ ചെയ്തേ അല്ലേ. അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ആര് പറഞ്ഞു? 5 കസിൻസ് പറഞ്ഞാൽ 5 കസിൻസ്. കറക്റ്റ് ആണ് അല്ലേ. നെല്ലി ആറാവതു
നല്യാരാവത് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നല്യാരാവതിന് അർത്ഥമില്ലേ? സുരേഷ് ഗോപി, സുരേഷ് ചേട്ടനെ തമിഴിൽ എന്താ പറയാ, അല്ലെങ്കിൽ ഏത് ഭാഷയിൽ എന്താ പറയാ? സുരേഷ് ഗോപി അല്ലേ? അതെ. അപ്പൊ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ആ, എന്നിട്ട് ഒബ്രമധു ഒബ്രമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ പുറത്തുനിന്ന് വരുമ്പോൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം മറ്റേ മധുവല്ല. പിന്നെ? ഇത് പുറത്തുനിന്ന് മേടിച്ച ഒരു പ്രത്യേകതരം മദ്യമാണ്. ഓഹോ, വൈകുന്നേരം ആകുമ്പോൾ ഈ ഒബ്രു എന്ന് പറഞ്ഞ ബ്രാൻഡ് മേടിച്ചിട്ട് വന്നിട്ട് അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ കുനിച്ചിരുത്തി ഒരു കൂമ്പിനിടിക്കുന്ന അവർ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലായി. കൂമ്പിനിട്ട് ഇടിക്കണം, അത് കഴിഞ്ഞിട്ട് എല്ലാരും കൂടി ചേർത്ത് ഇദ്ദേഹത്തെ ആയിരുന്നു അല്ലേ? അതെ അതെ, സീസോയിഡി. അതെ. മണി എനിക്ക് കണ്ട മാത്രം തന്നെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. അത് തീർച്ചയായിട്ടും ഉണ്ട്, രജിസ്റ്റേർഡ് ആണ്. പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന 2 മുഹൂർത്തങ്ങൾ. ഒന്ന്, അറേബ്യൻ ഡ്രീംസിന് വേണ്ടി നമ്മൾ ദുബായിൽ ചെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി, റഞ്ജി പണിക്കർ അടക്കം, എൻ്റെ വലിയ മുറിയായിരുന്നു ലണ്ടൻ ക്രൗണിൽ. അതിലെ കാർപ്പറ്റിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് ഞങ്ങളെല്ലാം കൂടെ ഒരു രാത്രി. അതെനിക്ക് നല്ല ഓർമ്മയാണ്. അതുപോലെ തന്നെ മണിയുടെ കല്യാണത്തിന് ഞാൻ എത്തുമ്പോൾ എന്നെ ചിക്കു സന്തോഷാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുമ്പം മണി കണ്ണ് നിറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരും വന്നില്ല ചേട്ടാ, ആരും വന്നില്ല, ചേട്ടൻ മാത്രമേ വന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ആ കണ്ണീരിങ്ങനെ തുടച്ചിട്ടൊരു ചിരി ചിരിച്ചത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആ സ്റ്റില്ല്. മണിയുടെ വൈഫ് തൊട്ട് പിന്നിൽ നിൽപ്പുണ്ട്, കല്യാണ വേഷത്തിൽ തന്നെ, മാലയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അത് മനസ്സിൽ പതിഞ്ഞു പോയ ഒരു ചിത്രമാണ്. മണിയുടെ അതിനുശേഷമുള്ള ഒരു ചിത്രവും ഞാൻ എൻ്റെ മനസ്സിൽ പതിപ്പിച്ചിട്ടില്ല. മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മലയാളിക്ക് ഏറ്റവും കൂടുതൽ നാടൻ പാട്ടുകൾ പോപ്പുലർ ആക്കിയ വ്യക്തിയാണ്. പക്ഷെ മണിച്ചേട്ടൻ്റെ തന്നെ ഏറ്റവും ഫേവറേറ്റ് സോങ് ചെയ്തത് നാദുക്കയാണ് മ്യൂസിക് ചെയ്തത്. മണിച്ചേട്ടൻ എപ്പോൾ ചെന്നാലും പാടുന്ന ഒരു പാട്ട് അല്ലേ നാദുക്ക? ഞാൻ മ്യൂസിക് ചെയ്ത കബഡി കബഡി എന്ന് പറയുന്ന സിനിമയ്ക്ക് കബഡി കബഡിയിൽ ആണ് ആ പാട്ട് വന്നത്. ശരിക്കും മണി വേറൊരു കാസറ്റിന് വേണ്ടിയിട്ട് ഇതിനു മുമ്പ് പാടിയിട്ടുണ്ട്, മിന്നാ മിനുങ്ങി ആ പാട്ട്. ആ പാട്ട് കേട്ടിട്ട് അന്ന് എനിക്ക് ഇഷ്ടമായിട്ടാണ്, നമുക്ക് ഈ സിറ്റുവേഷനിൽ അത് ആപ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്തത് ആണ്. രഞ്ജു, നമുക്ക് വേണ്ടിട്ട് മിന്നാമിനിങ്ങി ഒന്ന് അല്ലേ അല്ലേ? വേവുന്ന ചൂടിലും കോച്ചും തണുപ്പിലും വർഷം ചൂരത്തുന്ന കാലമെല്ലാം മിന്നുന്നതെല്ലാം പൊന്നെന്നു കരുതാതെ നിൻമോഹജാലം ഞാൻ ഓമാനിക്കാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനോ വന്നോട്ടെ. മിന്നാ മിനുങ്ങേ. Thank you, Ranju. Thank you. Thanks a lot. Thank you.